തൃത്താല നിയമസഭാ മണ്ഡലത്തിലെ എതിർ സ്ഥാനാർത്ഥി വി.ടി. ബൽറാമിനെ വികസന സംവാദത്തിന് ഇടതുപക്ഷ സ്ഥാനാർത്ഥി മന്ത്രിയുമായ എം.പി. രാജേഷ് ക്ഷണിച്ചിട്ട് 6 ദിവസം പിന്നിടുന്നു. ചാനൽ ചർച്ചകളിലൂടെയും സമൂഹമാധ്യമങ്ങളിലൂടെയും വാചക കസർത്ത് നടത്തുന്ന വി.ടി. ബൽറാം പക്ഷേ എല്ലാ ദിവസവും ഓരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് അങ്ങനെ മാറുകയാണ്. ഈ സംവാദത്തിൽ പങ്കാളിയാവാതെ ഒഴിഞ്ഞു മാറുകയാണ്. മണ്ഡലത്തിലെ വികസനത്തെക്കുറിച്ച് തുറന്ന വേദിയിൽ സംവാദം നടത്താമെന്നായിരുന്നു സിറ്റിംഗ് എം.എൽ.എ. കൂടിയായ എം.പി. രാജേഷിൻ്റെ വാഗ്ദാനം. നമസ്കാരം. സംവാദത്തിനുള്ള ക്ഷണം ബഹുമാന്യനായ UDF സ്ഥാനാർത്ഥി നിരസിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം സംവാദത്തിന് തയ്യാറാവാത്തത്, അതിൽ നിന്ന് ഒളിച്ചോടുന്നത്? കാര്യം വളരെ വ്യക്തമാണ്. സംവാദത്തിലേർപ്പെട്ടാൽ സത്യം പുറത്തു വരും. അസത്യം പ്രചരിപ്പിക്കാൻ നല്ലത് ഫേസ്ബുക്കിൽ ഒറ്റയ്ക്കിരുന്ന് പറയുന്നതാണ്. ഇന്നലെ തൃത്താല ഗവൺമെൻറ് കോളേജിൻ്റെ കിഫ്ബി കെട്ടിടത്തിൻ്റെ അവകാശവാദം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് അദ്ദേഹം തന്നെ കഴിഞ്ഞ 2021 തിരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ പ്രസംഗം ഒന്ന് കേട്ടു നോക്കാം. തൃത്താല ഗവൺമെൻറ് കോളേജിലെ കെട്ടിടത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നതൊന്ന് കേൾക്കൂ. അവിടെ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനുണ്ടെങ്കിൽ അവിടെ കിഫ്ബി പ്രഖ്യാപിച്ചിട്ടുണ്ട് 7.5 കോടിയുടെ കെട്ടിടം 2017 പ്രഖ്യാപിച്ചതാണ്. അതിന്റെ ഫോട്ടോ എന്നെടുത്ത് ഇടാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇതൊരു വെല്ലുവിളിയായിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാം. കേട്ടില്ലേ? അദ്ദേഹം വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്ക് കിഫ്ബി പ്രഖ്യാപിച്ച 7.5 കോടിയുടെ കെട്ടിടത്തിൻ്റെ ഫോട്ടോ എടുത്തിടാൻ കഴിയുമെങ്കിൽ ആ ഫോട്ടോ എന്നെടുത്തിട് എന്ന് അദ്ദേഹം വെല്ലുവിളിക്കുകയാണ്. ഒരു വെല്ലുവിളിയായി തന്നെ അത് സ്വീകരിക്കാൻ ആണ് അദ്ദേഹം പറയുന്നത്. ആ വെല്ലുവിളി സ്വീകരിച്ചാണല്ലോ കിഫ്ബിയുടെ കെട്ടിടം പൂർത്തിയാക്കിയത്. അതിൻ്റെ ഫോട്ടോ അദ്ദേഹം പറഞ്ഞതുപോലെ ഇതാ എടുത്തിട്ടിരിക്കുന്നു. എൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ 9ാമത്തെ പേജിൽ അദ്ദേഹം പറഞ്ഞ വെല്ലുവിളി ഏറ്റെടുത്തിട്ടാണ് അത് യാഥാർത്ഥ്യമാക്കിയത്. അദ്ദേഹം പറഞ്ഞതുപോലെ 7.5 കോടിയുടെ അല്ല കേട്ടോ, 8.6 കോടി രൂപയുടെ ഗവൺമെൻറ് കോളേജ് കെട്ടിടത്തിൻ്റെ ഫോട്ടോ. അദ്ദേഹം വെല്ലുവിളിച്ച കിഫ്ബി കെട്ടിടത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. വെറും 1.5 വർഷം കൊണ്ടാണ് ഈ കെട്ടിടത്തിൻ്റെ, ഈ പുതിയ ബ്ലോക്കിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് എന്നും ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. അദ്ദേഹം വെല്ലുവിളിച്ചതാണ് നിങ്ങൾക്കത് കഴിയുമോ എന്ന് 2021 കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത്. ഈ തെരഞ്ഞെടുപ്പ് കാലം ആയപ്പോഴേക്കും ഞാനത് പൂർത്തിയാക്കിയിരിക്കുന്നു. അത് 9ാമത്തെ പേജിൽ അദ്ദേഹം ആവശ്യപ്പെട്ടതുപോലെ ആ ഫോട്ടോ എടുത്തിട്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയാണ് അതിൻ്റെ ആൾ ഞമ്മളാണ് എന്ന്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥാപാത്രത്തെ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് സംവാദത്തിന് വരാത്തതെന്ന്. അതെ, ഇപ്പോൾ കാര്യം മനസ്സിലായി. കാരണം ഈ ഒരു സംവാദം കൂടിയായാൽ എന്താകും എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ആലോചിച്ചത്. കാരണം സംവാദത്തിന് ക്ഷണിച്ചു, 6ാം ദിവസമായിട്ടും അദ്ദേഹം അതിന് വരുന്നില്ല. അപ്പോൾ എം.പി. രാജേഷ് ഒരു വീഡിയോയുമായി പുറത്തു വരുന്നു. ആ വീഡിയോയിൽ നേരത്തെ ബൽറാം പറഞ്ഞ ഒരു പ്രശ്നത്തെ ചൂണ്ടിക്കാട്ടി 8 കോടിയിൽ പരം രൂപ മുടക്കി പൂർത്തീകരിച്ച ആ കോളേജ് കെട്ടിടം ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിന് പ്രോഗ്രസ് റിപ്പോർട്ടിൽ 9ാമത്തെ പേജിലോ മറ്റോ അതുണ്ട് എന്ന് പറഞ്ഞു മറുപടി കൊടുത്തു. അപ്പോൾ ഒരു സംവാദത്തിന് തൊട്ടടുത്ത് വന്നിരുന്നാൽ എന്താകും സ്ഥിതി എന്നാണ് ഞാൻ എം.പി. രാജേഷ് സംസാരിക്കുന്നത് കേട്ടപ്പോൾ ആലോചിച്ചത്. അപ്പോൾ പിന്നെ ബൽറാമിൻ്റെ ലൈൻ തന്നെയാണ് നല്ലത്. അതിന് ഏറ്റവും രസകരമായിട്ടാണ് എം.പി. രാജേഷ് പറഞ്ഞത്, ഫേസ്ബുക്കിലിരുന്ന് ഒറ്റയ്ക്ക് സംസാരിച്ചാൽ മതിയല്ലോ, അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ, സംവാദത്തിനൊക്കെ വന്നാൽ സംഗതി കുഴഞ്ഞു പോകും എന്ന് തോന്നും. പക്ഷേ ബൽറാം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഞാനതൊക്കെ ജനങ്ങളോട് പറഞ്ഞോളാം, ജനങ്ങളോട് വിശദീകരിച്ചോളാം എന്നായിരുന്നു സംവാദത്തിനുള്ള ക്ഷണം നിരസിച്ചുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞുമാറി വി.ടി. ബൽറാം പറഞ്ഞത്. ഇപ്പോൾ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പേരിൽ സംവാദത്തിനും ചർച്ചയ്ക്കുമൊക്കെ ആയിട്ട് വെല്ലുവിളിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷം അത്തരത്തിലുള്ള ഒരു ജനാധിപത്യ മര്യാദയും വെച്ച് പുലർത്താത്ത ഒരാള് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം PR വർക്കിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള നാടകങ്ങൾ ആടുമ്പോൾ അതിന് നിന്ന് കൊടുക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്നുള്ളത് തന്നെയാണ് UDFന്റെ തീരുമാനം. ഇദ്ദേഹത്തെ പോലെ നാട്ടിലെ മുഴുവൻ ആളുകളെയും പുച്ഛിച്ചു പരിഹസിച്ചു നടക്കുന്ന ആളുകൾ, നാട്ടിലെ ജനങ്ങൾ പൊതുവേദികളിൽ വെച്ച് കൂവി ഓടിച്ചിട്ടുള്ള ആളുകൾ, അവരുമായിട്ട് ഈ ഇലക്ഷൻ രംഗത്ത് മാത്രമായിട്ടൊരു സംവാദമോ അത്തരത്തിലുള്ള ഒരു ചർച്ചയോ വേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയമായ തീരുമാനം. ഇപ്പോൾ സന്തോഷ് സർലിംഗ് ചേരുകയാണ്. തൃത്താല വളരെ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ സർലിംഗ്. സന്തോഷ് സർലിംഗ്,
കാരണം വികസനം ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് എങ്ങനെയൊക്കെ ചർച്ച ചെയ്യണം. ഓരോ മണ്ഡലവും വളരെ വൈവിധ്യപൂർണ്ണമായി കാര്യങ്ങൾ നടക്കുന്നു. അത് ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നു, ചർച്ചയ്ക്ക് ക്ഷണിക്കുന്നു, അദ്ദേഹം ചർച്ച നിരസിക്കുന്നു. വളരെ 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 ഗൗരവവും രസകരവുമാണ് തൃത്താലയിലെ കാര്യങ്ങൾ. ജനങ്ങൾക്ക് പക്ഷേ അതിൻ്റെ ഗുണഭോക്താക്കൾ ജനങ്ങളാണ്. ചെയ്ത കാര്യങ്ങൾ എന്താണ് എന്ന് കൂടുതൽ അറിയാൻ ജനങ്ങൾക്ക് കഴിയുന്നുണ്ടല്ലോ. ഈ നാട്ടിൽ മാറ്റമുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നറിയാൻ കഴിയുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ശരത്ത്, കഴിഞ്ഞ 5 വർഷമായി VT ബൽറാം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റ് വ്യാജ പ്രചരണങ്ങളിലൂടെയും കെട്ടിപ്പൊക്കിയ ഒരു വലിയ പ്രസ്താവനകൾ അല്ലെങ്കിൽ നിലപാടുകളൊക്കെയാണ് ഇപ്പോൾ തകർന്നടിഞ്ഞു പോയിരിക്കുന്നത്. കഴിഞ്ഞ 21-ാം തീയതി തൃത്താലയിൽ LDF കൺവെൻഷൻ ഉണ്ടായിരുന്നു. ആ LDF കൺവെൻഷനിൽ വെച്ചാണ് ആദ്യമായി പൊതുവേദിയിൽ വെച്ച് MP രാജേഷ് ഈ VT ബൽറാമിനെ, കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ VT ബൽറാമിനെ വെല്ലുവിളിക്കുന്നത്. ഞാനൊരു തുറന്ന വേദിയിൽ വെച്ച് വികസനം ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്നാണ് പറഞ്ഞത്. അന്ന് മുതൽ ഇന്ന് ദിവസം വരെ 6 ദിവസമായി എല്ലാ തരം മാധ്യമങ്ങളും VT ബൽറാമിനെ കാണുമ്പോഴൊക്കെ ചോദിക്കുന്ന ഇതാണ്. VT ബൽറാം ഒഴിഞ്ഞു മാറി അവസാനം ഒരു വഴിയും ഇല്ലാത്തതുകൊണ്ട് അവസാനം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഓരോ ദിവസവും ഓരോ പ്രസ്താവന. ഇന്നിപ്പോൾ നടത്തിയ പ്രസ്താവന നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അങ്ങനെ ഒരു തുറന്ന വേദിയിൽ ചർച്ച വേണ്ട എന്നാണ് രാഷ്ട്രീയ തീരുമാനമെന്ന്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ തീരുമാനമില്ല. കാരണം 2 ദിവസം മുമ്പ് പാലക്കാട് പ്രചരണത്തിനെത്തിയത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. PK ശശിയുടെ കൺവെൻഷനൊക്കെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഈ വിഷയം മാധ്യമങ്ങൾ ചോദ്യമായി ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ സംവാദത്തിന് തയ്യാറാണ് എന്നാണ്. കാരണം വലിയൊരു നാണക്കേടിലേക്കാണ് തൃത്താലയിലെ കോൺഗ്രസ് നേതൃത്വം പെട്ടിരിക്കുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയില്ല. അതുകൊണ്ട് തന്നെ VD സതീശനൊക്കെ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞാണ്. അത് കഴിഞ്ഞിപ്പോൾ ഒരു 42 മണിക്കൂർ ആകുന്നതിന് മുമ്പാണ് അങ്ങനെ ഒരു രാഷ്ട്രീയ തീരുമാനമില്ല എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് ആദ്യത്തെ ദിവസം 22-ാം തീയതി VT ബൽറാം ഇറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ആദ്യം വേദിയിൽ ചർച്ച ചെയ്യട്ടെ, എന്നാൽ ഞാൻ വരാമെന്നാണ്. അങ്ങനെ ഓരോ ദിവസവും ഒഴിഞ്ഞു മാറുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 1150 കോടി രൂപയുടെ വികസനമാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇത് തൃത്താല മണ്ഡലത്തിൽ നടപ്പിലാക്കിയത് സംസ്ഥാന സർക്കാർ. ഏറ്റവും ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഗ്രാമീണ റോഡ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ റോഡ് വന്നൊരു മണ്ഡലം കൂടിയാണ് തൃത്താല നിയമസഭാ മണ്ഡലം. 2 മാസം മുമ്പ് LDF MLA-മാരുടെ ഒരു പ്രചരണം ഓരോ മണ്ഡലത്തിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തൃത്താലയിൽ പോയപ്പോൾ മന്ത്രി MP രാജേഷ് നമ്മളോട് പറഞ്ഞതാണ്, ഞാൻ വികസനം കൊണ്ടുവരുമെന്ന് പറയുക മാത്രമല്ല അതെല്ലാം യാഥാർത്ഥ്യമായി ഇവിടെ ഓരോ ഭാഗത്തും മുമ്പിലുണ്ട് എന്നതാണ്. കെട്ടിടമാകട്ടെ, റോഡാകട്ടെ, പുതിയ പ്രോജക്റ്റുകൾ എന്തെങ്കിലും ആകട്ടെ, അതും യാഥാർത്ഥ്യമായി മുമ്പിലുണ്ട്, വെറും ഒരു ഉദ്ഘാടനം ചെയ്ത് പോവുകയല്ല. അതുകൊണ്ട് തന്നെ അത് വെച്ചുള്ളൊരു അതാണ് MP രാജേഷിൻ്റെ ഈ ആത്മവിശ്വാസത്തിൻ്റെ പിന്നിലും. 10 വർഷമാണ് അതിനു മുമ്പ് VT ബൽറാം MLA ആയിരുന്നത്. ആകെ 110 കോടിയുടെ ഒരു വികസനമാണ് അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടുള്ളത് പോലെ. അവിടെ ആണ് 1000 മേൽ കോടിയുടെ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമായി മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയമായി ചർച്ചയ്ക്ക് വരാൻ മുങ്ങി നിൽക്കുന്നത്. പക്ഷേ അത് തൃത്താലയിലെ കോൺഗ്രസ് നേതൃത്വത്തിനെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഒരു മേൽക്കൈയാകെ പോയി എന്നാണ് അവർ ആശങ്കപ്പെടുന്നത്. ശരത്, റൈറ്റ്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് സന്തോഷ് സർലിംഗ് അവിടെ നിന്ന് തൃത്താലയിൽ നിന്ന് നൽകിയത്. ഏതായാലും തൃത്താല അതിഗംഭീരമായി വികസനം ചർച്ച ചെയ്യുന്ന ഒരു സമയമാണ്. അവിടെ UDF-ന് സമ്മതിക്കാതെ പറയാതെ തരമില്ല. വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. കാര്യകാരണ സഹിതം അവിടുത്തെ LDF സ്ഥാനാർത്ഥി MP രാജേഷ് സംവാദത്തിന് വിളിക്കുന്നു. അതിന് ബൽറാം പറഞ്ഞ കാര്യങ്ങളാണ് ഏറെ വിചിത്രം. ഇത് ഏറ്റവും വലിയൊരു ജനാധിപത്യപരമായ പരിശോധനയുടെ കാലമല്ലേ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്? 5 വർഷമായി ജനാധിപത്യ വിരുദ്ധമായി അല്ലെങ്കിൽ ജനാധിപത്യപരമായി പെരുമാറാതിരുന്ന എന്ന് ആക്ഷേപിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ ജനാധിപത്യപരമായ ഒരു സംവാദത്തിന് വിളിച്ചാൽ അതിന് തയ്യാറാവുകയല്ലേ വേണ്ടത്? മറ്റു മണ്ഡലങ്ങളിൽ അത്തരം സംവാദം നടക്കുന്നുണ്ടല്ലോ. ആ സംവാദങ്ങളിലൊക്കെ പരാജയപ്പെട്ടു പോകുന്ന UDF സ്ഥാനാർത്ഥികൾ ഉണ്ട്. ഉദാഹരണത്തിന് ആറന്മുളയിൽ എത്ര വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളാണ് അബിൻ വർക്കി അവിടെ പറഞ്ഞത്. എന്നിട്ടും അബിൻ വർക്കി സംവാദത്തിന് പോയി എന്നുള്ളതാണ്. ആരോഗ്യമന്ത്രിയായിട്ടുള്ള അവിടുത്തെ സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥി വീണ ജോർജിൻ്റെ ചുരുക്കം മറുപടികളിൽ തന്നെ പൊളിഞ്ഞു പോകുന്നതായിരുന്നു അല്ലെങ്കിൽ ഇല്ലാതായി പോകുന്നതായിരുന്നു UDF-ൻ്റെ ആക്ഷേപങ്ങൾ. വയനാടിനെയാണ് ധൈര്യപൂർവ്വം എടുത്ത് ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കാൻ അബിൻ വർക്കി ആ സാഹസത്തിനാണ് തുനിഞ്ഞത്. പക്ഷേ ഒറ്റ ചോദ്യം കൊണ്ട്, ആരോഗ്യമന്ത്രിയുടെ ഒരൊറ്റ ചോദ്യം കൊണ്ട് നിങ്ങളിതെല്ലാം പറയുന്നത് DYFI പിരിച്ചു കൊടുത്ത പണത്തെക്കുറിച്ചൊക്കെ തർക്കിക്കാൻ പോയ അബിൻ വർക്കിയോട് ചോദിച്ചു, നിങ്ങൾ പിരിച്ച പണം എവിടെ, ആപ്പ് എവിടെ, അത് ജനങ്ങളോട് പറഞ്ഞിട്ട് ബാക്കി പറയൂ.
സർക്കാർ ചെയ്തതും ഡിവൈഎഫ്ഐ ചെയ്തതുമൊക്കെ ജനങ്ങളുടെ മുമ്പിലുണ്ട് എന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞതോടെ ആ സംവാദം അവിടെ അവസാനിച്ചു. ഇവിടെ ബൽറാം വിചിത്രമായി സംവാദത്തിന് പോലും തയ്യാറാകുന്നില്ല. കാരണം വ്യക്തം. കാരണം ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് LDF നല്ല ബോധ്യമുണ്ട്. അത് ഡോക്യുമെൻ്റ് ചെയ്ത് തന്നെ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു. മുമ്പ് പറഞ്ഞു വെച്ച ചില രാഷ്ട്രീയ ആക്ഷേപങ്ങൾ ആ വഴിക്ക് നിലനിൽക്കുകയില്ല. അതിൻ്റെ ഉത്തരം MP രാജേഷ് എന്ന LDF സ്ഥാനാർത്ഥി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ആ സ്കൂൾ കെട്ടിടം തന്നെ ഒന്നാമത്തെ ഉദാഹരണം. നിങ്ങൾ കഴിയുമെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് ഇട്ടു നോക്കൂ എന്ന രീതിയിൽ ഒരു കോളേജും വന്നിട്ടില്ല, ഒരു കെട്ടിടവും വന്നിട്ടില്ല എന്ന മട്ടിൽ മുൻപ് പറഞ്ഞതാണ് ബൽറാം. അതിനെതിരെ ചെയ്ത കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി MP രാജേഷ് പറഞ്ഞ് സംവാദത്തിന് വിളിക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് അതിന് തയ്യാറാകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അത് വലിയൊരു തോൽവി തന്നെയായിപ്പോയി ബൽറാമിനെ സംബന്ധിച്ച്, തൃത്താലയെ സംബന്ധിച്ച്, തൃത്താലയിലെ UDF സംബന്ധിച്ച്.